അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൽ നിന്നുള്ള ആദ്യത്തെ 5 പാഠങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ മാത്രമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അല്ലാഹു തആല നല്ലോണം പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിലെ പാഠഭാഗങ്ങൾ അർത്ഥസഹിതം ഓരോ പാഠങ്ങളും നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ലിങ്കിൽ കയറിയിട്ട് കാണുക. ഇന്ന് നമ്മൾ പറയുന്നത് പലരും ആവശ്യപ്പെട്ടത് അടിസ്ഥാനത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ആദ്യത്തെ 5 പാഠങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ മാത്രമാണ്. ഇത് ഒരുപാട് പേർക്ക് ഉപകരിക്കും. നല്ല മാർക്കിൽ വിജയിക്കാനൊക്കെ അത് കാരണമായിട്ട് മാറും. നമുക്കൊക്കെ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ ആമുഖങ്ങളില്ലാതെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തേത് മിനൽ ഖുർആനിൽ കരീം എന്ന പാഠത്തിൽ നിന്നാണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഫിഅല് എത്ര ഇനം? 2 ഇനം. ഏതൊക്കെയാണ്? മഅറൂഫ്, മജ്ഹൂല്. മഅറൂഫ് എന്നാൽ എന്താണ്? മജ്ഹൂല് എന്നാൽ എന്താണ്? പിന്നെ ഒരു പോയിൻ്റ്, നായിബ് ഫായില് എന്നാൽ എന്താണ്? ഇത്രയും ഭാഗങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഫിഅല് എത്ര ഇനം? 2 ഇനം, മഅറൂഫ്, മജ്ഹൂല്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ്, മഅറൂഫ് എന്നാൽ എന്ത്? മജ്ഹൂല് എന്നാൽ എന്താണ്? ശരിക്കും ശ്രദ്ധിച്ചോളി. മഅറൂഫ് എന്നാൽ ഫിഅലിൻ്റെ കൂടെ ഫായില് പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയും. ഫായില് പറഞ്ഞാരാ? പ്രവർത്തിക്കുന്നവൻ. അപ്പോൾ ഒരു ഫിഅല് നമ്മൾ പറഞ്ഞു, അറഫ്, ഇസ്മ, ഫീലൊക്കെ നമ്മൾ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ, അതറിയും എന്നുള്ള ധാരണയിലാണ് വല്ലാതെ വിശദീകരിക്കാത്തത്. ഫിഅല് കാലത്തിൻ്റെ മേലെ അറിയിക്കുന്നതാണ്. ഒരു പ്രവൃത്തി ചെയ്തു, അല്ലെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതൊക്കെ ഫിഅലാണ്. അപ്പോൾ ഇവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ലൊറബ സയ്യിദുൻ അംറൻ. സയ്യിദ് അംറിനെ അടിച്ചു. ആരാ അടിച്ചത്? സെയ്ദ്. ആ സെയ്ദാണ് അവിടെ ഫായില്. ഓക്കെ, അടിച്ചവനാണ് ഫായില്. അടിക്കപ്പെട്ടവൻ മഫൂലാണ്. അംറൻ എന്നുള്ള മഫൂലാണ്. അപ്പോൾ ഫിഅലിൻ്റെ കൂടെ സെയ്ദൻ എന്നുള്ള ഫായിലിനെ പറഞ്ഞത് കൊണ്ട് തന്നെ ആ ലൊറബ എന്നുള്ള ഫിഅല് മഅറൂഫാണ്. അപ്പോൾ എന്താ മഅറൂഫ് പറഞ്ഞാൽ? ഫിഅലിൻ്റെ കൂടെ ആ ഫിഅലിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ ആ ഫിഅലിന് മഅറൂഫ് എന്ന് പറയും. മനസ്സിലായല്ലോ? ഫിഅലിൻ്റെ കൂടെ ആ ഫിഅലിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയും. ഉദാഹരണം, ലൊറബ സയ്യിദുൻ അംറൻ. ലൊറബ സയ്യിദുൻ. ആ സയ്യിദുൻ എന്നുള്ള ഫായില് അത് പറഞ്ഞിട്ടുണ്ട് ലൊറബ എന്നുള്ള ഫിഅലിൻ്റെ കൂടെ, അതിന് മഅറൂഫ് എന്നാണ് പേര് പറയുക. ഇനി ആ ഫായില് പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഫിഅലിൻ്റെ പേര് മജ്ഹൂല് എന്നാണ്. വഇല്ലാ യുസമ്മ മജ്ഹൂലൻ. ഉദാഹരണം, ലൊറബ സയ്യിദുൻ അംറൻ എന്നുള്ളതിനെ മാറ്റി ലുരിബ അംറുൻ. അംറ് അടിക്കപ്പെട്ടു, അംറിനെ അടിക്കപ്പെട്ടു. ആരാ അടിച്ചത് എന്നറിയില്ല, ഫായില് പറഞ്ഞിട്ടില്ല. ഫായിൽ ആരായിരുന്നു? നമ്മൾ ആദ്യത്തെ ഉദാഹരണത്തിൽ സെയ്ദ് എന്നല്ല, ഇവിടെ സെയ്ദ് എന്നില്ലല്ലോ. അപ്പോൾ ലുരിബ അംറുൻ, അംറ് അടിക്കപ്പെട്ടു. ഫായില് പറയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ആ ഫിഅലിന് മജ്ഹൂല് എന്നാണ് പറയാം. ഒന്നുകൂടെ, മഅറൂഫ് പറഞ്ഞ എന്താണ്? ഫിഅലിൻ്റെ കൂടെ ഫായില് പറയപ്പെട്ടാൽ ആ ഫിഅലിന് മഅറൂഫ് എന്നും, ഫിഅലിൻ്റെ കൂടെ ഫായില് പറയപ്പെട്ടില്ല എങ്കിൽ അതിന് മജ്ഹൂല് എന്നും പറയുന്നതാണ്. ഇത് രണ്ടും മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ പോയിൻ്റ്, നായിബ് ഫായില് എന്നാൽ എന്താണ് എന്നാ. നമ്മൾ രണ്ടാമത് പറഞ്ഞു മജ്ഹൂല് അല്ലേ? ശരിക്കും ശ്രദ്ധിക്കണം. ആ മജ്ഹൂല് നമ്മൾ ഉദാഹരണത്തിൽ നോക്കൂ, ലൊറബ അംറുൻ എന്നല്ലേ? ആ അംറൻ എന്നായിരുന്നല്ലേ നമ്മൾ ലൊറബ പറഞ്ഞപ്പോൾ? ആ മഫൂലായിരുന്നല്ലോ. ആ മഫൂലിനെ, മഫൂല് ബിഹിയെ നമ്മൾ കളയപ്പെട്ട സെയ്ദുൻ എന്നുള്ള ഫായിലുണ്ടല്ലോ, ആ ഫായിലിൻ്റെ സ്ഥാനത്തേക്ക് ലൊമ്മ് കൊടുത്തിട്ട് കൊണ്ടുവരും. ആ മർഫൂ ആയിട്ട് കൊണ്ടുവരും.
മർഫൂവിൻ്റെ ഒരു അടയാളമാണ് ലൊമ്മ്. ലൊമ്മ് കൊടുത്ത് കൊണ്ടുവരും. അങ്ങനെ പകരം കൊണ്ടുവന്ന അമ്രുൻ എന്നതിന് നായിബ് ഫായിൽ എന്ന് പറയാം. ഫായിലിൻ്റെ പകരക്കാരൻ. മലയാളം പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം ഇത്രയാണ്. ഫിയായിൽ 2 ഇനാണ്. ഒന്ന് മഅറൂഫാണ്, രണ്ടാമത്തേത് മജ്ഹൂലാണ്. മഅറൂഫ് പറഞ്ഞാൽ എന്താ? ഫിയാലിൻ്റെ കൂടെ ഫായിൽ പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയപ്പെടുന്നു. ഫിയാലിൻ്റെ കൂടെ ഫായിൽ പറയപ്പെട്ടില്ല എങ്കിൽ അതിന് മജ്ഹൂൽ എന്നും പറയപ്പെടുന്നു. പിന്നെ മൂന്നാമത്തെ പോയിൻ്റ്, നായിബ് ഫായിൽ എന്നാൽ എന്താണ് എന്ന്. ഫിയാൽ മജ്ഹൂലാകുമ്പോൾ ഫായിലിൻ്റെ സ്ഥാനത്ത് മഫ്ഊൽ ബിഹിയെ ലൊമ്മ് ചെയ്ത് നിർത്തപ്പെടുന്നു. ആ ഫായിലിൻ്റെ സ്ഥാനത്ത് നിർത്തപ്പെട്ട മഫ്ഊൽ ബിഹിക്കാണ് നായിബ് ഫായിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതും ലൊമ്മായിരിക്കും, മർഫൂ ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള പോയിൻ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കാം. മനസ്സിലാകാത്തുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം, ഉത്തരം പറയുന്നതാണ്. രണ്ടാമത്തെ പാഠം നോക്കൂ. മഫ്ഊൽ ഫീഹിയാണ് ഇതിൽ നമ്മൾ സംസാരിക്കുന്നത്. മഫ്ഊൽ ഫീഹി അർരിഹലത്തു എന്ന പാഠം. എന്താണ് മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ? ഇസ്മുൻ യദുല്ലു അലാ സമാനി വുഖൂഇൽ ഫിഅലി ഔ മകാനിഹി. പ്രവൃത്തി സംഭവിച്ച കാലത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേലിൽ അറിയിക്കുന്ന ഇസ്മിനിക്കാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയുക. നമ്മൾ ഒറ്റക്കറുത്തൊന്നുള്ള ഫീക്ക്, പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാകാൻ വേണ്ടി പറയാറുണ്ട്. ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇൽ എന്ന് ഉപയോഗിക്കാനാണ് ഫീ എന്ന് ഉപയോഗിക്കുക, അല്ലേ? കാലത്തിൽ, സ്ഥലത്തിൽ, അതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഫീഹി, മഫ്ഊൽ ഫീഹി എന്ന് പറയാനുള്ള കാരണം പ്രവൃത്തി സംഭവിച്ച കാലം അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെയോ മേലിൽ അറിയിക്കുന്ന ഇസ്മിനിക്കാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയാം. ഇതിൻ്റെ മറ്റൊരു പേരാണ് ലൊർഫ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനെ വേർതിരിക്കുകയാണ്. ലൊർഫ് എത്ര ഇന? 2 ഇനാണ്. ഒന്ന് ലൊർഫ് സമാൻ. സമാൻ എന്ന കാലം, കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന മഫ്ഊൽ ഫീഹി. രണ്ടാമത് ലൊർഫ് മക്കാനാണ്, സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്ന മഫ്ഊൽ ഫീഹി. മനസ്സിലാവുമല്ലോ? നമുക്ക് ഉദാഹരണം പറഞ്ഞു നോക്കുക. നേരത്തെ തദ്രീബാത്തിൽ ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. സ്വബാഹൻ, പ്രഭാതത്തിൽ, കണ്ടോ? അത് കാലാണ്. ളുഹുറൻ, ഉച്ചക്ക്, ഉച്ചയിൽ. മസാൻ, വൈകുന്നേരം. ലൈലൻ, രാത്രിയിൽ. അപ്പോൾ ഇതൊക്കെ കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് മഫ്ഊലായിട്ട് വരുമ്പോൾ അത് മഫ്ഊലും ഫീഹിയാണ്. അതിന് ലൊർഫ് സമാനി എന്നും പറയും. തഹ്ത, മുകളിൽ, താഴെ. ഫൗഖ, മുകളിൽ. ഇന്ദ, അരികിൽ. വറാഅ, പിറകിൽ. ഷിർഖൻ, കിഴക്കിൽ. ഒർബൻ, പടിഞ്ഞാറിൽ. അപ്പോൾ ഇതൊക്കെ സ്ഥലമാണ്, സ്ഥലത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ പാഠത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റ്, മഫ്ഊൽ ഫീഹി എന്നാൽ എന്താണ്? പ്രവൃത്തി സംഭവിച്ച കാലത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ മേലിൽ അറിയിക്കുന്ന ഇസ്മിനിക്കാണ് മഫ്ഊൽ ഫീഹി എന്ന് പറയാം. അതിൻ്റെ മറ്റൊരു പേരാണ് ലൊർഫ് എന്നുള്ളത്. അപ്പോൾ ലൊർഫ് എത്ര ഇന? 2 ഇനമായി വേർതിരിച്ചു. ഒന്ന് ലൊർഫ് സമാൻ, 2 ലൊർഫ് മക്കാൻ. ഓക്കെ, ഈ മഫ്ഊൽ ഫീഹിയും അഥവാ ലൊർഫ് സമാനും ലൊർഫ് മക്കാനും എപ്പോഴും നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും. നസ്ബിൻ്റെ ഒരു അടയാളമാണ് ഫതഹ് എന്നുള്ളത്. അപ്പോൾ ഫതഹാണ് എന്ന് ചുരുക്കി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മഫ്ഊൽ ഫീഹിക്ക് ഫതഹായിരിക്കും, നസ്ബായിരിക്കും. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തെ പാഠത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സജ്ജദിന ശുക്രൻ ലില്ലാഹി എന്ന പാഠമാണ്. നമ്മൾ അള്ളാഹുവിനിക്ക് വേണ്ടി, ശുക്റിന് വേണ്ടി നമ്മൾ സുജൂദ് ചെയ്തു, അല്ലേ? ഈ പാഠമാണ്. ഇതിൽ മഫ്ഊലുൽ ലഹു ആണ് പഠിപ്പിക്കുന്നത്. മഫ്ഊലുൽ ലഹു ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ഫിഅല്, മർഫൂഉം മഅറൂഫും മജ്ഹൂലും പഠിച്ചു. മഅറൂഫും മജ്ഹൂലും പഠിച്ചു. രണ്ടാമത്തെ പാഠത്തിൽ മഫ്ഊലു ഫീഹി പഠിച്ചു.
ഇനി മഫ്ഊലുൽ ലഹു ആണ്. ലഹു എന്ന് പറയുന്നതോടെ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. നോക്കൂ, ഈ മഫ്ഊലുൽ ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? മസാദിറു തുബയ്യിനു സബബ വുഖൂഇൽ ഫിഅലിൽ ലദീ ഖബ്ലഹ. ഈ മസ്തറാണ്, ഒരു മസ്തറാണ്. ആ മസ്തറിന് മുമ്പ് സംഭവിച്ച ആ പ്രവർത്തനത്തെ, അതിൻ്റെ കാരണം എന്താണ് എന്ന് വ്യക്തമാക്കേണ്ടത്. അങ്ങനത്തെ മസ്തറുകളാണ്. ഉദാഹരണം നമ്മൾ പറഞ്ഞു നോക്കൂ. ഉസ്താദ് വന്നു, അപ്പോൾ ഞങ്ങൾ എണീറ്റു. ഇജ്ലാലൻ ലഹു, ഉസ്താദിനെ ബഹുമാനിക്കാൻ വേണ്ടി. അപ്പോൾ ഇജ്ലാലൻ എന്നുള്ളതാണ് ഇവിടെ മഫ്ഊലുൽ ലഹു. എന്താ മഫ്ഊലുൽ ലഹു എന്ന് പറഞ്ഞത്? അവിടെ ഒരു കാരണം, ഒരു ഇല്ലത്ത്, വേണ്ടി എന്നുള്ളൊരു അർത്ഥം വരുന്നുണ്ടല്ലോ. അതന്നെ അതിന് മഫ്ഊലുൽ ലഹു എന്ന് പറയാൻ കാരണം. ഖുംന, ഞങ്ങൾ നിന്നു. ആ എന്താണ് നിൽക്കാനുള്ള കാരണം? അത് ഇജ്ലാലല്ലോ, ഉസ്താദിനോട് ബഹുമാനം ഉണ്ടായതിന് വേണ്ടിയാണ്. അപ്പോൾ ഖുംന എന്നുള്ള കാമൻ്റെ ആ നൃത്തത്തിൻ്റെ കാരണം, പ്രവൃത്തിയുടെ കാരണം വ്യക്തമാക്കുന്നുണ്ട് ഇജ്ലാലൻ എന്ന മസ്തർ. അതിന് മഫ്ഊലുൽ ലഹു എന്നാണ് പറയാം. അങ്ങനെ ഏത് ഉദാഹരണം എടുത്ത് നോക്കൂ കേട്ടോ. ഏത് ഉദാഹരണം നോക്കിയാലും മഫ്ഊലുൽ ലഹു ആകുമ്പോൾ അതിന് മുമ്പ് സംഭവിച്ച പ്രവൃത്തിയെ അതിൻ്റെ കാരണത്തെ വ്യക്തമാക്കാനാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ മൂന്നാമത്തെ പാഠത്തിൽ ഇത്രയേ ഉള്ളൂ. മഫ്ഊലുൽ ലഹു എന്നാൽ എന്താണ്? ആ മസ്തറിൻ്റെ, ഏതൊരു മസ്തറാണോ അതിന് മുമ്പ് സംഭവിച്ച പ്രവൃത്തിയുടെ കാരണത്തെ വ്യക്തമാക്കുന്ന മസ്തറുകൾക്കാണ് മഫ്ഊലുൽ ലഹു എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ പാഠത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം മഫ്ഊല് മുത്തലഖ് എന്നാൽ എന്താണ്? ഇപ്പോൾ 3 മഫ്ഊലായി. ഒന്ന് മഫ്ഊലും ഫീഹി ആദ്യം പറഞ്ഞു രണ്ടാമത്തെ പാഠത്തിൽ, രണ്ടാമത്തെ മഫ്ഊലുൽ ലഹു പറഞ്ഞു. ഇനി മൂന്നാമത്തേത് മഫ്ഊല് മുത്തലഖാണ്. അത് മൂന്നും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം കേട്ടോ. മഫ്ഊലും ഫീഹി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, സ്ഥലത്തിൽ, കാലത്തിൽ എന്നുള്ള ഒരു അർത്ഥം വരും. മഫ്ഊലുൽ ലഹു ആകുമ്പോൾ വേണ്ടി, ഒരു കാരണം, അതിന് മുമ്പ് സംഭവിച്ച പ്രവൃത്തിയുടെ ഒരു കാരണത്തെ വ്യക്തമാക്കാനാണ്. ഇനി മഫ്ഊലു മുത്തലഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മസ്തറുൻ നുക്കിറ ബഅദ ഫിഅലിഹി ലി ബയാനി നൗഇൽ ഫിഅലി ഔ ലി തൗകീദിൽ ഫിഅലി ഔ ലി ബയാനി അദദിഹി. ഇതും ഒരു മസ്തറാണ്, അഥവാ പ്രവൃത്തിയുടെ ശേഷം പറയപ്പെട്ടൊരു മസ്തർ, ഫിഅലിൻ്റെ ശേഷം പറയപ്പെട്ടൊരു മസ്തർ. എന്തിനാണ് ഈ ഫിഅലിൻ്റെ ശേഷം ഈ മസ്തറിനെ പറഞ്ഞിട്ടുള്ളത്? ഒന്നിരിക്കൽ പ്രവൃത്തിയുടെ ഇനം വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അതിനെ തൗക്കീദ് ശക്തിപ്പെടുത്താൻ വേണ്ടി, അതല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തെ വിശദീകരിക്കാൻ വേണ്ടി. ഉദാഹരണം നോക്കൂ. സിർതു സൈറൻ ഇലൽ മസ്ജിദ്, ഞാൻ നടന്നു. സൈർ, ഒരു നടന്നു. അതെന്തിനാണ് അവിടെ സൈറൻ എന്ന് പറഞ്ഞത്? ഇത് മഫ്ഊല് മുത്തലഖ. സാറ സിർതു എന്നുള്ള ഫിയലിൻ്റെ മഫ്ഊല് മുത്തലഖ. എന്തിനാണ് സൈറൻ എന്ന് പറഞ്ഞത്? ആ നടത്തത്തെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മൾ ഞാനൊരു 1.5 നടത്തം നമുക്ക് പറയില്ലേ, ആ നടത്താണത്. സുമ്മ സിർതു സൈറൻ, ഞാനൊരു നടക്കൽ നടന്നു. അപ്പോൾ അതിൻ്റെ ആ ഫിയലിൻ്റെ ശക്തി തൗക്കീദിന് വേണ്ടിയാണ് സൈറൻ എന്ന് വന്നത്. അതുകൊണ്ടത് മഫ്ഊല് മുത്തലഖാണ്. ഓക്കെ, അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കിയാൽ ഒന്നിരിക്കൽ എണ്ണത്തെ ബയാൻ ചെയ്യാനുണ്ടായിരിക്കും, അതല്ല എങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനത്തെയോ പ്രവൃത്തിയുടെ ഇനത്തെ വ്യക്തമാക്കാനോ, പ്രവൃത്തിയുടെ ആ ഫിഅലിൻ്റെ തൗക്കീദിന് വേണ്ടിയോ, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണത്തെ ബയാൻ ചെയ്യാൻ വേണ്ടിയോ കൊണ്ടുവന്നതാണ് എങ്കിൽ, അങ്ങനെ വന്ന ഫിഅലിൻ്റെ ശേഷം വന്ന മസ്തറുകൾക്കാണ് മഫ്ഊല് മുത്തലഖ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. സജദത്തേന്, ഞാൻ സുജൂദ് ചെയ്തു, 2 സുജൂദ് ചെയ്തു. അവിടെ എണ്ണം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സജദത്തേനി എന്ന് സജദ എന്ന ഫിഅലിൻ്റെ ശേഷം വന്നത്. അതുകൊണ്ട് തന്നെ ആ സജദത്തേനി എന്നുള്ളതിന് മഫ്ഊല് മുത്തലഖ് എന്നാണ് പറയാം. ലറബത്തുഹു ലുർബൻ, ഞാൻ ഓനൊരു അടിച്ചു. അത് ഫിഅലിൻ്റെ ആ തൗക്കീദാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടി. ഞാൻ അടിച്ചു, ഒരു 1.5 അടി അടിച്ചു പറയില്ലേ, അതാണിത്.
ലാ തഖഉദു ഖുഊദൽ കൽബി, നീ ഇരിക്കരുതേ, നായ ഇരുത്തം ഇരിക്കരുതേ എന്ന് പറയാം. അപ്പോൾ ഇരുത്തത്തിൻ്റെ ആ പ്രവൃത്തിയുടെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉദാഹരണം വന്നിട്ടുള്ളത്. ഇതാണ് മഫൂൽ മുത്തലക്ക് എന്ന് പറയുന്നത്. മഫൂൽ മുത്തലക്ക് പറഞ്ഞാൽ ഏതൊരു മസ്തറാണോ അതിൻ്റെ മുമ്പ് പറയപ്പെട്ട അഥവാ ഒരു ഫിയലുണ്ടായിരിക്കും, ആ ഫിയലിൻ്റെ ഇനത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ഫിയലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ ഫിയലിൻ്റെ പ്രവൃത്തിയുടെ എണ്ണത്തെ വ്യക്തമാക്കാൻ വേണ്ടിയോ വന്ന മസ്തറുകൾക്കാണ് മഫ്ഊൽ മുത്തലഖ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ പാഠത്തിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കാനുള്ളത്. അഞ്ചാമത്തെ പാഠം വളരെ എളുപ്പമാണ്. ഇവിടെ അത്തുഫാണ്. ആത്തിഫ്, മഅത്തൂഫ് അലൈഹി, മഅത്തൂഫ്, ഇങ്ങനെ 3 വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ആത്തിഫ്, മഅത്തൂഫ് അലൈഹി, മഅത്തൂഫ്, ഒന്നിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുക. അപ്പോൾ ഒന്നിനെ മറ്റൊന്നിനോട് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കൊളത്താണ് ആത്തിഫ്. ഓക്കെ, ആ ബന്ധിപ്പിച്ചാൽ അതിന് മുമ്പിലുള്ളതിന് മഅത്തൂഫ് അലൈഹി എന്നുള്ളതും പിറകിലുള്ളതിന് മഅത്തൂഫ് എന്ന് പറയും. അങ്ങനെ ബന്ധിപ്പിക്കാൻ കൊളത്താൻ ഉപയോഗിക്കുന്ന ആത്തിഫുകൾ ആകെ 10 എണ്ണമാണുള്ളത്. 10 ഹർഫുകളാണ്. ഹുറൂഫുൽ ആത്തിഫി അശ്റത്തുൻ, ആത്തിഫിൻ്റെ അക്ഷരങ്ങൾ 10 എണ്ണമാണ്. ഔ, ബൽ, ഹത്ത, ഫാ, വാവ്, ലാക്കിൻ, സുമ്മ, അം, ഇമ്മ, ല, ഈ 10 എണ്ണമാണ് അവ. അപ്പോൾ ഇവയിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ, ഫേലുകൾക്കിടയിൽ കൊളത്താനായിട്ട് വന്നാൽ, ആത്തിഫ് ചെയ്യാൻ വന്നാൽ, ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ്, ഈ ഹുറൂഫുകൾക്ക് പറയുന്ന പേരാണ് ആത്തിഫ് എന്ന്. യുസമ്മാദിൽ ഹുറൂഫ് ആത്തിഫൻ, ഈ 10 ഹർഫുകൾക്കും ആത്തിഫ് എന്നാണ് പറയാം. അതിന് മുമ്പിലുള്ളതാണെങ്കിൽ മഅത്തൂഫ് അലൈഹി എന്ന് പറയാം. എന്നാൽ അതിന് ശേഷമുള്ള വാക്കിനിക്കോ അതിന് മഅത്തൂഫ് എന്ന് പറയാം. ഓക്കെ, പിന്നെ പറഞ്ഞത് ഈ മഅത്തൂഫ് എന്നുള്ളത് യത്ബഉൽ മഅത്തൂഫ് അലൈഹി ഫിൽ ഇഅറാബി, ഇഅറാബിൻ്റെ വിഷയത്തിൽ മഅത്തൂഫ് അലൈഹിയോട് പിൻപറ്റുന്നതാണ്. മഅത്തൂഫ് അലൈഹിക്ക് ലമ്മാണെങ്കിൽ മഅത്തൂഫിനും ലമ്മാണ്, മഅത്തൂഫ് അലൈഹിക്ക് ഗസ്റാണെങ്കിൽ മഅത്തൂഫിനും ഗസ്റാണ്, മഅത്തൂഫ് അലൈഹിക്ക് ഫതഹാണെങ്കിൽ മഅത്തൂഫിനും ഫതഹാണ്. ഉദാഹരണം, ഇഷ്തറൈത്തുൽ കലമ, ഞാൻ പേന വാങ്ങി, വൽ കിർത്താസ, കടലാസും വാങ്ങി. ഇവിടെ വാവാണ് ആത്തിഫ്. ആ വാവിൻ്റെ മുമ്പുള്ളത് കലമ എന്നുള്ളത് മഅത്തൂഫ് അലൈഹിയാണ്. അതിനോട് ബന്ധിപ്പിച്ചത് ഖിർത്താസ്വ എന്നുള്ളതിനെയാണ്. അപ്പോൾ കലമ എന്നുള്ളത് മഅത്തൂഫ് അലൈഹി, വാവ് ആത്തിഫ്, ഖിർത്താസ എന്നുള്ള മഅത്തൂഫ്. ആ മഅത്തൂഫിൻ്റെ ഇഅറാബ് കലമ എന്നതിൻ്റെ ഇഅറാബ് തന്നെയായിരിക്കും. ഓക്കെ, ഇസ്തറൈത്തുൽ കലമ വൽ കിർത്താസ, കിർത്താസി എന്ന് വായിക്കൂല, കിർത്താസു എന്നും വായിക്കൂല. കാരണം കിർത്താസ തന്നെ വായിക്കണം. ഇനി കാരണം കലമ എന്നുള്ളതിന് ഫതഹാണ്, അത് കാരണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ പാഠം മനസ്സിലാക്കേണ്ടത്. ഇൻഷാല്ലാ 5 പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മറ്റു വല്ല ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇൻഷാല്ലാ സൗകര്യം പോലെ ഫ്രീ ടൈം പോലെ മറുപടി നൽകുന്നതാണ്. അല്ലാഹു തആല നല്ല മാർക്കിൽ വിജയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.